കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുമാരന്റെ മൃതദേഹം ഉടൻ വിട്ടു നൽകും. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ജില്ലാ ഭരണകൂടം നടത്തിയ ചർച്ച പൂർത്തിയായി. കുമാരന്റെ മകന് താൽക്കാലിക ജോലി ഉറപ്പാക്കും. പ്രദേശത്ത് വനംവകുപ്പിന്റെ പട്രോളിംഗ് ശക്തമാക്കാൻ തുടങ്ങി. നാട്ടുകാരുടെ 5 ഉപാധികൾ ജില്ലാ ഭരണകൂടം അംഗീകരിച്ചിരിക്കുകയാണ്. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് ഉടൻ നൽകുമെന്നും DFO ഉറപ്പ് നൽകിയിട്ടുണ്ട്. നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും. കാട്ടാന ആക്രമണത്തിൽ ജനങ്ങൾ പ്രകോപിതരാകുന്നത് സ്വാഭാവികം എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് പാലക്കാട് ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നും വനമന്ത്രി വ്യക്തമാക്കി. അവിടെ ജനങ്ങൾ വളരെ പ്രകോപിതരാണ്. അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. അവരുടെ ആവശ്യങ്ങളോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിൽ ഇടപെടാൻ പാലക്കാട് ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിച്ച് രമ്യമായ ഒരു പരിഹാരം, ന്യായമായ നടപടികൾ അതെന്താണ് എന്ന് കേട്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ലെവിൻ K വിജയൻ ചേരുന്നു. ലെവിൻ, സംസ്ഥാനത്തെ ഈ വന്യജീവി ആക്രമണങ്ങളുടെ ഏറ്റവും ദുരന്തമുഖം വ്യക്തമാക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരാൾക്ക് അയാളുടെ സ്വന്തം വീടിന്റെ മുന്നിൽ ജീവൻ നഷ്ടപ്പെടുന്നു, വീട്ടുമുറ്റത്ത് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം. മുണ്ടൂരിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഭീതിതമാണ്? അത് ഏത് നിലയ്ക്ക് ചർച്ചയായിട്ടുണ്ട് ലെവിൻ? ലക്ഷ്മി, മനുഷ്യജീവന് വിലയില്ലാതാകുന്ന കാലഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് സംസ്ഥാനത്തെ വന്യജീവി മനുഷ്യ സംഘർഷം എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സംഭവമാണ്. ദാരുണമായ സംഭവമാണ് ഇപ്പോൾ പാലക്കാട് മുണ്ടൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3:30യോടുകൂടി വീട്ടുമുറ്റത്ത് ശുചിമുറി ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയ ഗ്രഹനാഥനെയാണ് ഒറ്റയാനായ ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. പുലർച്ചെ ഞാറക്കോട് സ്വദേശിയായിട്ടുള്ള കുമാരന്റെ മരണം സംഭവിച്ചു. വീട്ടുകാർ പോലും മുറ്റത്ത് ആന വന്ന് നിന്ന് അപകടം അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ഞെട്ടിക്കുന്ന കാര്യം. അദ്ദേഹം വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഒരു തിരക്കം മാത്രമാണ് കേട്ടത്. ആളുകൾ സംശയത്തോടു കൂടി പിന്നീട് തിരിച്ചെത്തിയപ്പോഴാണ് ആന അവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. കുമാരൻ ആനയുടെ ആക്രമണത്തിന് ഇരയായ കാര്യം അറിയുന്നത് വലിയ ദുരന്തം തന്നെ ഒരു കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നു. ഗ്രഹനാഥന്റെ ജീവൻ തൽക്ഷണം വീട്ടുമുറ്റത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെ നേരം കഴിഞ്ഞാണ് ഈ ആക്രമണം ഇവിടെ നിന്നും മടങ്ങുന്നത്. അതിനുശേഷം മാത്രമാണ് ഈ പ്രദേശവാസികൾക്ക്, ആളുകൾക്ക് അവിടേക്ക് എത്താൻ പോലും, രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ആയത് എന്നുള്ളതാണ് ഈ സംഭവത്തെ കുറിച്ച് ഏറ്റവും ഞെട്ടിക്കുന്നതായിട്ടുള്ള വിവരം. ഞാറക്കോട് സ്വദേശി കുമാരന്റെ മരണത്തിന് ശേഷം വലിയ പ്രതിഷേധമാണ് ളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാവിലെ 3:30യോടുകൂടി മരണപ്പെട്ട കുമാരന്റെ മൃതദേഹം അല്പസമയങ്ങൾക്ക് മുൻപ് മാത്രമാണ് വിട്ടു നൽകാൻ ബന്ധുക്കളും നാട്ടുകാരും തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളായി MP VK ശ്രീകണ്ഠനും മലമ്പുഴ MLA A പ്രഭാകരനും ജില്ലാ കളക്ടർ G പ്രിയങ്കയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ, പാലക്കാട് DFOയും SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും പ്രദേശവാസികൾ വലിയ രോക്ഷപ്രകടനം അവരോടായി നടത്തുകയും ചെയ്തു. അതിനുശേഷം ഏറെ നേരം, മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ മൃതദേഹം വിട്ടു നൽകാനുള്ള തീരുമാനമെടുത്തത്. ജനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതിഷേധം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം നേരിടേണ്ടി വന്നു. ഈ മൃതദേഹം അവരെ ആദ്യഘട്ടത്തിൽ കാണിക്കാൻ പോലും ആളുകൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ജനപ്രതിനിധികൾ സമവായത്തോടുകൂടി ചർച്ച നടത്തി വളരെ ജനങ്ങളുടെ ആവശ്യങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ മൃതദേഹം വിട്ടു നൽകാനുള്ള ഒരു തീരുമാനം. ലെവിൻ, ഈ മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം വനമേഖലയോട് ചേർന്നുള്ള സ്ഥലമാണോ? ഞാൻ മനസ്സിലാക്കുന്നത് അലൻ എന്ന കുട്ടിയും അമ്മയും ആക്രമണത്തിൽപ്പെട്ടത് ഇതേ സ്ഥലത്തായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 വർഷത്തിനിടെ മുണ്ടൂരിൽ 4 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കണക്കും വരുന്നുണ്ട്. മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ആന ശല്യം, വന്യജീവി ശല്യം രൂക്ഷമായ ഒരിടമാണോ?
ലക്ഷ്മി, പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ ഒലവക്കോട് റേഞ്ചിന് കീഴിൽ മുണ്ടൂർ മേഖലയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിൽ വാളയാർ മുതൽ മലമ്പുഴ വരെയുള്ള മേഖലകളിലാകെ വനമേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാകെ വലിയ തോതിൽ വന്യജീവി മനുഷ്യ സംഘർഷം ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാട്ടാനയാണ്. പാലക്കാട് കാട്ടാനശല്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ് ധോണിയോട് ചേർന്നുള്ള പ്രദേശമാണ് മുണ്ടൂരിലെ ഞാറക്കോട്. ഇവിടെ വനത്തിൽ നിന്നും നേരിട്ട് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വരുന്നു, കൃഷിനാശം ഉണ്ടാക്കുന്നു, ആളുകളുടെ ആക്രമിക്കുന്നു, ജീവൻ അപഹരിക്കുന്നു. അങ്ങനെ നിരന്തരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് അലൻ എന്ന ഒരു ബാലൻ അവിടെ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. ശേഷമാണ് കുമാരന്റെ മരണവും സംഭവിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ചു. അടിയന്തരമായി തങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ വേണമെന്നുള്ള ഒരു നിർദ്ദേശം അവർ വെച്ചു. അവരുടെ ആവശ്യങ്ങളൊക്കെ ജനപ്രതിനിധികൾ ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് അംഗീകരിച്ചത്. പ്രധാനമായും ഇപ്പോൾ കുമാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉയർത്തിയ പ്രതിഷേധങ്ങളെ തുടർന്ന് 5 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. മൃതദേഹം വിട്ടു നൽകുന്നതിനായി അടിയന്തരമായി ഈ കുടുംബത്തിലെ ഈ അനാഥമാക്കപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി അനുവദിക്കണം. ഈ പ്രദേശത്തെ നിരന്തരമുണ്ടാകുന്ന കാട്ടാന പരിഹരിക്കാൻ വനം വകുപ്പ് ശക്തമായ നടപടികൾ ആരംഭിക്കണം. അതിന്റെ ഭാഗമായി ഈ മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട അലനെയും കുമാരനെയും കൊലപ്പെടുത്തിയത് ഒരാനയാണോ എന്നുള്ള കാര്യം പരിശോധിക്കണം. അതിനുവേണ്ടി ഇന്ന് തന്നെ വനംവകുപ്പ് ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കുങ്കി ആന ഇവിടെ തന്നെ ഉണ്ട്, ഈ പ്രദേശത്ത് തന്നെയുണ്ട്. കുങ്കി ആനയെ ഇവിടെ എത്തിച്ചിട്ട് ഈ ആനയെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തി കാട്ടിലേക്ക് തുരത്താനും ആവശ്യമെങ്കിൽ വെടിവെച്ച് ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനുമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് DFO ഉറപ്പു നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് വനമന്ത്രി ഈ സാധാരണ പടക്കം ഉപയോഗിക്കുന്നതിന് പകരം പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിക്കും എന്ന് പറഞ്ഞതും ഈ ഒരു അപകടത്തിന്റെ ഈ ഒരു മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. അത് എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും? എന്താണ് മനസ്സിലാക്കേണ്ടത് ആ പുതിയ തീരുമാനവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, ഈ അടിയന്തരമായ അത്തരം നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് DFOയും ജില്ലാ കളക്ടറും ഉറപ്പു നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഏറ്റവും വേഗത്തിൽ തന്നെ നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ അടിക്കാട് വെട്ടുകയും ഫോറസ്റ്റ് പെട്രോളിംഗ് ശക്തമാക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് കുങ്കിയെ എത്തിച്ചുകൊണ്ട് ഒറ്റയാനെ ട്രാക്ക് ചെയ്ത് ഇവിടെ തുരത്താനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ വനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നുകൂടിയാകണം ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കുമാരന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് എടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ ദുഃഖകരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചത്. ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം അദ്ദേഹത്തിന്റെ മരണത്തിൽ സങ്കടപ്പെട്ട് ഏങ്ങിക്കരയുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാം. അങ്ങനെ ഒരു കുടുംബത്തെ ആകെ ബുദ്ധിമുട്ടിലാക്കി, ഒരു പ്രദേശവാസികളെ, ഒരു നാടിനെ ആകെ കണ്ണീരാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കുമാരന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ജനപ്രതിനിധികളെല്ലാം ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇവിടെ എത്തുകയും പ്രദേശവാസികളുമായി ചർച്ച നടത്തുകയും അത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബന്ധുക്കൾ മൃതദേഹം വിട്ടു നൽകാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാര നടപടികൾ നടത്തുന്നതിനെ കുറിച്ചാണ് ബന്ധുക്കളും നാട്ടുകാരും ആലോചിക്കുന്നത്. ഏതായാലും ലക്ഷ്മി, ഏതായാലും സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളുടെ ഭീകരത എത്ര ആണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യന് അയാളുടെ വീട്ടുമുറ്റത്ത് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് പാലക്കാട് മുണ്ടൂരിൽ സംഭവിച്ചിരിക്കുന്നത്. പുലർച്ചെ 3:30-ക്കാണ് അദ്ദേഹം ശുചിമുറിയിലേക്ക് പോകാനായി വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വളരെ സാധാരണക്കാരായ ഒരു കുടുംബമാണ്, ദരിദ്ര കുടുംബമാണ്, അവിടുത്തെ ഒരാളാണ്. ശുചിമുറിയിൽ പോകാനായി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാട്ടാന വീട്ടുമുറ്റത്ത് വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന അത്യന്തം ഗുരുതരമായ ഭീതിതമായ സാഹചര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ കൂടുതലായി കേരളത്തിൽ ചർച്ച ചെയ്യും ഈ ഒരു മരണത്തോടെ എന്ന് നമുക്ക് കരുതാം. കുമാരൻ എന്ന വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത്, മുണ്ടൂർ ഞാറക്കോട് സ്വദേശി കുമാരൻ.